മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രത്തൻ യു കേൽക്കറെ വി.ഡി. സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഒരു പ്രശ്നവുമില്ല, നിയമിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഇത് മറിച്ചായിരുന്നു LDF എങ്ങാനുമായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഭൂകമ്പങ്ങളെയും മറന്നേക്കൂ, പ്രശ്നമില്ല. രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒന്ന്, രത്തൻ യു കേൽക്കർ ബംഗാളിലേക്ക് നമ്മൾ പോകുമ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ മനോജ് അഗർവാളിനെ സുവേന്ദു അധികാരി പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തൃണമൂലിൽ നിന്ന് ഭരണം ഏറ്റെടുത്ത ഉടനെ ബംഗാളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇവിടെ ആ രാഷ്ട്രീയമല്ല നടന്നത്. നല്ല വ്യക്തിയാണ്, രാഷ്ട്രീയം ഒന്നും ഇതിനകത്തില്ല, നല്ലൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ചെന്നിത്തല, ആഭ്യന്തര വിജിലൻസ് മന്ത്രി, വൈദ്യുതി മന്ത്രിയായ നിലവിലെ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫും പറയുന്നു. മുഖ്യമന്ത്രി വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ നല്ല വ്യക്തി ഉണ്ടല്ലോ, യാതൊരു തരത്തിലുള്ള കളങ്കമില്ലാത്ത നല്ല ഉദ്യോഗസ്ഥനായ, രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത ഈ നിയമനത്തിന്റെ പുറകിൽ ഞങ്ങൾ ബംഗാളിൽ സുവേന്ദു അധികാരി അവിടുത്തെ മനോജ് അഗർവാളിനെ അവിടെ വോട്ട് മറിച്ച് ഇലക്ട്രിക്കൽ EVM മിഷനിൽ തെറ്റിദ്ധാരണ പരത്തി വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയാണ് അധികാരത്തിലേറിയതെന്ന് ദീദി മമതാ ബാനർജി വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളായി വലിയ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനോജ് അഗർവാളിന് അവിടെ അധികാരം കൊടുത്തതൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം നടന്നിരുന്നു. എന്തായിരുന്നു അത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എല്ലാ പാർട്ടികൾക്കും അയക്കുന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ അതിൽ BJPയുടെ ദേശീയ കമ്മിറ്റിയുടെ ദേശീയ ഓഫീസിന്റെ ഒരു സീല് വന്നിട്ടുണ്ടായിരുന്നു. ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന രത്തൻ യു കേൽക്കർ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യ പാർട്ടികൾക്ക് പോയ നോട്ടിഫിക്കേഷനിൽ BJPയുടെ സീല് വന്നത്. അതിനുള്ള ആൻസർ സതീശ, ചെന്നിത്തലെ, സണ്ണി ജോസഫെ, UDFകാരെ ഇപ്പോൾ മറുപടി പറയണം. നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ക്ലിഫ് ഹൗസിന്റെ അരികിലേക്ക് നിങ്ങൾ രത്തൻ യു കേൽക്കറിനെ നാടുവാഴിച്ചെത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നല്ല ഉദ്യോഗസ്ഥന് പറ്റിയ പിടിപ്പുകേട് ഈ നാടിന്റെ ജനഹിതം അറിയാൻ 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി അയച്ച വലിയ ഒരു ഡോക്യുമെന്റിൽ BJPയുടെ സീല് പതിഞ്ഞു എന്നുള്ളതാണ്.